നമസ്കാരം. അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കളായി CPIM മാറിയിരിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് NSS SNDP നേതൃത്വത്തിന്റെ സർക്കാർ അനുകൂല പ്രതികരണങ്ങൾ. ഏത് സന്ദിഗ്ധ ഘട്ടത്തിലും സമദൂരം കൈവിടാതിരുന്ന NSS പതിവിന് വിപരീതമായി ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിനെ അഭിനന്ദിക്കുകയാണ്. ആചാര സംരക്ഷണത്തിന് നാമജപ ഘോഷയാത്രയുമായി NSS ഇറങ്ങിയപ്പോൾ തുടക്കത്തിൽ മടിച്ചു നിന്ന കോൺഗ്രസിനും BJPക്കും നിലപാടില്ല എന്ന വിമർശനവും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കുണ്ട്. പിണറായി വിജയൻ യഥാർത്ഥ ഭക്തനാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ NSS നിലപാടുകളെ സ്വാഗതം ചെയ്തു. അയ്യപ്പ സംഗമത്തെ കപടഭക്തിയെന്നും വോട്ട് തട്ടാനുള്ള തന്ത്രമെന്നും ആക്ഷേപിച്ച കോൺഗ്രസിനും ബദൽ സംഗമം നടത്തിയ BJPക്കും സമുദായ സംഘടനകളുടെ സർക്കാർ അനുകൂല നിലപാട് നെഞ്ചിലെ തീയാകുമോ? അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വന്ന സമുദായ സംഘടനാ നേതാക്കളുടെ പ്രതികരണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നിലപാടുകളുമായി തീർച്ചപ്പെടുത്താറായോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ? ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങൾ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ? അത് അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. അല്ല, NSS ഒരിക്കലും കോൺഗ്രസിനെതിരായ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. CPIMലെ ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ, BJPയുടെ ശ്രീ VV രാജേഷ്, ഒപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. പ്രകാശ മാസ്റ്റർ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ്. കോൺഗ്രസിനെയും BJPയും ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ സമീപനത്തോട് അടുത്തു നിൽക്കാൻ NSS ആഗ്രഹിക്കുന്നു എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ തന്നെ അതിനൊരു കാരണമായി അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞ ഒരു കാര്യം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശബരിമല വിഷയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ഭക്തർക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ദ ഗവൺമെന്റ് അഷ്വേർഡ് us that they will resolve the issue in ശബരിമല. ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന സർക്കാരിൻ്റെ ഉറപ്പുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം പിൻവലിക്കുന്നതടക്കം, ഭക്തർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന കേസുകൾ പിൻവലിക്കുന്നതടക്കം, നാമജപ ഘോഷയാത്രയുമായി രംഗത്തിറങ്ങിയ NSSന് സ്വീകാര്യമായ തരത്തിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരു ഉറപ്പ് സർക്കാർ നൽകിയതിനോടുള്ള അതിൻ്റെ ഫലമാണോ NSS ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ? ഞങ്ങൾ വിശ്വാസികളോടും അതുപോലെ ആരാധനാലയങ്ങളോടും പ്രത്യേകിച്ച് ശബരിമലയോടുമെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്, അത് വലിയ നിലക്ക് ഇതിനെതിരായിട്ട് പ്രചാരവേല നടത്താൻ വേണ്ടി ശ്രമിച്ച ശക്തികളുടെ എല്ലാം തെറ്റായ പ്രചാരവേലയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ആ നിലപാട്, അതിലെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാനാവുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ചെയ്യുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എന്ന പ്രചാരവേല BJPയും കോൺഗ്രസും ഉൾപ്പെടെ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇവർ കാണിക്കുന്നത് കപടഭക്തിയാണ്, വോട്ട് തട്ടാനുള്ള തന്ത്രമാണ് എന്നെല്ലാം കൂടി എന്തെന്ത് പ്രചാരവേലകളാണ് ഇതുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസുമെല്ലാം ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. അതിനോടൊന്നും തന്നെ ഭക്തർ പൊതുവിൽ യോജിക്കുന്നില്ല. CPM നയിക്കുന്ന ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച നിലപാട് സുവ്യക്തമായി യാതൊരു അർത്ഥശങ്കയുമില്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധി തിളങ്ങുന്ന ഒന്നാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം. അതുപോലെ തന്നെ ശബരിമലയുടെ മതാതീത ഒരു അത്യപൂർവതയാണ്. ഇത് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. മധുരയുടെയും തിരുപ്പതിയുടെയും എല്ലാം മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ പ്രകാശ മാസ്റ്റർ, ഞാൻ സമയം എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. പ്രകാശ മാസ്റ്റർ, എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അതായത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് കാരണമായ സർക്കാരിൻ്റെ സത്യവാങ്മൂലം
അത് പിൻവലിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് NSS പോലെയുള്ള സമുദായ സംഘടനകൾക്ക് നൽകിയിട്ടുണ്ടോ? കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളിപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് തികച്ചും തെറ്റായ കണക്ക് ആദ്യം പറയുന്ന ചില മാധ്യമങ്ങളുണ്ടായല്ലോ. അതുപോലെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നിയമസഭക്കകത്ത് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ മാറ്റം വരുത്താത്ത ഒരു അഫിഡവിറ്റിൻ്റെ മേലെ ചർച്ച ചെയ്യേണ്ട അവരുടെ കാര്യം എന്താ? കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് LDFന്റെ ഗവൺമെൻറ് വ്യക്തമായി അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാവമുള്ള കേസുകൾ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ കോടതികൾ പിൻവലിക്കാൻ അനുവദിക്കാത്ത കേസുകൾ ഒഴിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പുതിയ നിലയിലുള്ള ഒരു പിന്നെ ഉറപ്പ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച നിലപാട് ഇവർക്കെല്ലാം ബോധ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ വിഷയത്തിനകത്ത് പുതിയ എന്തെങ്കിലും നിലപാടുകൾ അംഗീകരിച്ചു വന്നോ പുതിയ എന്തെങ്കിലും നിലപാടിന് വേണ്ടി ചോദിച്ചു വന്നോ ഇവരാരും പറഞ്ഞിട്ടില്ല. അതല്ല പറയാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് വിവേചനപ്പെടുന്നത്? ആ രണ്ട് വിഷയം അത് വസ്തുതയല്ല. അല്ല, ഏത് വസ്തുതയല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിക്ക് വിധിക്ക് അടിസ്ഥാനമായ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഇനി പ്രകാശ് മാസ്റ്റർ ശ്രദ്ധിക്കൂ, ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഈ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന കാര്യം, ദ ഗവൺമെന്റ് അഷ്വേർഡ് us that they will resolve the issue in ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വരി, they also assured us that customs will be protected. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടും. ആൻഡ് ദേ വോണ്ട് ഡു എനിത്തിങ് എഗെയിൻസ്റ്റ്, അതിന് വിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടെന്നാണ്. എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ NSS ഇപ്പോൾ നിങ്ങളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ള കാര്യം? ഒന്ന്, അഫിഡവിറ്റ് ഞങ്ങൾ മാറ്റിയിട്ടില്ല. നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് അതുപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഫിഡവിറ്റ് പിൻവലിക്കുക എന്ന് പറയുന്നൊരു വിഷയം ആരെങ്കിലും ഉന്നയിച്ചതായിട്ട് അറിയില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടെന്താണ്? ഞങ്ങളെക്കാരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ആരാധനാലയങ്ങൾ അത് വിശ്വാസികളുടേതാണ്. അവിടെ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. ഇവിടെ മതവിശ്വാസമാവട്ടെ അതുപോലെ തന്നെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസമാവട്ടെ, അവിടെ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അതിന് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ട പിന്നെ കാര്യമില്ല. അല്ല, അത് എനിക്ക് മനസ്സിലായി പ്രകാശ് മാസ്റ്റർ. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ തിരുത്തലൊന്നും വരുത്തിയിട്ടില്ല എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായി, എനിക്ക് ബോധ്യപ്പെട്ടു. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രകാശ് മാസ്റ്റർ അതല്ല, ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ കോടതി വിധി ഉണ്ടായപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർക്കേണ്ട, അത് കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചല്ലോ. അങ്ങനെയാണല്ലോ ബിന്ദു അമ്മനിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ NSS പറയുന്നത് ഈ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന NSSന്റെ നിലപാടിന് അനുസൃതമായി സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ്. എൻ്റെ ചോദ്യം അതാണ് പ്രകാശ് മാസ്റ്റർ, അങ്ങനെ ഒരു ഉറപ്പ് NSS പോലെയുള്ള സംഘടനകൾക്ക് സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. ആരാധനാലയങ്ങൾ വിശ്വാസികളുടേതാണ്. ഞങ്ങളതിൽ പറയുന്നത് ആലയങ്ങളെ വർഗീയ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന BJPയുടെ ശ്രമത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ആരാധനാലയങ്ങൾ വിശ്വാസികളുടേതാണ്. അവിടെ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കും വിശ്വാസത്തിനുമൊത്ത് ആരാധനാലയങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. മറ്റേ പ്രശ്നമെന്ന് പറയുന്നത് സുപ്രീം കോടതി ആചാരവുമായി ബന്ധപ്പെട്ട് ഒരു വിധിന്യായം പ്രസ്താവിച്ചപ്പോഴാണ്. അവിടെ CPM തീരുമാനിച്ചൊരു കാര്യമല്ല, സുപ്രീം കോടതിയുടെ വിധിയാണ്. അതുകൊണ്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യക്തമായൊരു നിലപാട് CPM-നെ സംബന്ധിച്ച് അതുപോലെ പ്രകാശ് മാസ്റ്റർ അവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് പറയുകയാണ്. CPM നേതാക്കൾ അന്ന് എടുത്തിരുന്ന നിലപാട് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ ഭാഗം എന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള ലിംഗഭേദങ്ങളും ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാകരുത്, ലിംഗസമത്വം എന്ന ആശയത്തെയാണ് ഇടതുപക്ഷ കക്ഷികൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് തന്നെയായിരുന്നു. ശരിയാണ്, സർക്കാർ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ കാരണം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് എന്നത് യുക്തിഭദ്രമായ വാദം തന്നെയാണ്. പക്ഷേ ലിംഗസമത്വം എന്ന ആശയത്തിനോടൊപ്പമാണെന്നും ലിംഗഭേദം ആരാധനാലയങ്ങളിലും ആരാധന നടത്തുന്ന കാര്യത്തിലും ഉണ്ടാകരുത് എന്നതാണ് ഇടതുപക്ഷ ആശയങ്ങളുടെ ആകത്തുക എന്നും തന്നെയാണ് പറഞ്ഞത്. അതിലും മാറ്റമുണ്ടോ പ്രകാശ് മാസ്റ്റർ? അതിലൊരു മാറ്റവുമില്ല. ലിംഗസമത്വം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വേണം എന്ന ഉറച്ച അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ലിംഗസമത്വം ഉണ്ടോ? സമൂഹത്തിൽ ലിംഗസമത്വം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ലിംഗസമത്വം എന്ന് പറയുന്ന ആശയം കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെമ്പാടും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് ലിംഗസമത്വം എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തോടുള്ള ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഞങ്ങൾ വരുത്തുന്നില്ല. ഞങ്ങൾ ആ ആശയം കൃത്യമാതിലൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്താ? ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, അത് സംരക്ഷിക്കുന്നതിന് സർക്കാർ ബാധ്യസ്ഥമാണോ എന്നുള്ളതാണ്. ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, അതിന് സർക്കാർ ബാധ്യസ്ഥമാണ്, നിയമപരമായി തന്നെ ബാധ്യസ്ഥമാണ്. ശരി, അതേ ഞങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി. ഞാൻ വരാമേ പ്രകാശ് മാസ്റ്റർ, ഞാൻ വരാം. ഇനി ശ്രീ രാജു പി നായരിലേക്ക് പോട്ടെ. ശ്രീ രാജു പി നായർ, അയ്യപ്പ സംഗമത്തെ എതിർത്ത കോൺഗ്രസിനെ BJPയെയും തള്ളിക്കളയുക മാത്രമല്ല, നിങ്ങൾക്ക് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു നിലപാട് പോലുമില്ല എന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. നിങ്ങൾക്കത് NSSന്റെ നിലപാട് പറയാം, അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണെന്നൊക്കെ K മുരളീധരന്റെ പരാമർശങ്ങളും പ്രസ്താവനകളും ഒക്കെ കണ്ടു. അതവിടെ നിൽക്കട്ടെ. SNDP അതിനെ പിന്തുണയ്ക്കുന്നു. മാത്രമല്ല, ഈ നിലപാടുകൾ, അതായത് പ്രബലമായ 2 ഹിന്ദു സമുദായ സംഘടനാ നേതൃത്വം ഇടതു മുന്നണിക്ക് അനുകൂലമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ഇടതു മുന്നണിക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകാൻ പോകുന്നു എന്ന് വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും വന്നു. സമുദായ വോട്ടുകൾ വേണമോ വേണ്ടയോ എന്നൊക്കെ കോൺഗ്രസിനകത്ത് തന്നെ പല ഘട്ടങ്ങളിലായി നേതാക്കൾ ചർച്ച നടത്തുകയും 2 അഭിപ്രായങ്ങളിൽ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. ഈ 2 സമുദായ നേതാക്കൾ നിങ്ങൾ തള്ളിക്കളഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച, സർക്കാർ പിന്തുണച്ച, ഇടതുപക്ഷം ഒപ്പം നിന്ന ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് സംസാരിച്ചതും വേദിയിൽ വന്നതും ഇപ്പോൾ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉള്ളിൽ തീയാകുന്ന സംഭവമാണോ UDFനെ സംബന്ധിച്ച്? ഇനി രണ്ടാമത്തെ കാര്യം, ഒരൊറ്റ കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന് ജാതിയും മതവും ഒന്നുമില്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകണമെന്ന തർക്കം മാത്രമാണ്. ഇതാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. കാര്യമായി നിങ്ങൾ എടുക്കുന്നുണ്ടോ ഈ പ്രതികരണങ്ങളെ? ഗോപീഷൻ, ജസ്റ്റ് ടു പുട്ട് ദ റെക്കോർഡ് സ്ട്രേറ്റ്, നമ്മുടെ ഇത്രയും കാണുന്ന മനുഷ്യർക്ക്, പ്രേക്ഷകർക്ക് ഈ ചർച്ചയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് വിലയിരുത്താൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ ഞാനൊരു ചോദ്യം മറുചോദ്യമാണ്. അദ്ദേഹം അത് പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഏകദേശം ഒരു 10-20 വർഷക്കാലം ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒരു 3-4 പേര് ഗോപീഷൻ ഒന്ന് പറയാമോ? ശ്രീ രാജു പി നായർ, ഞാൻ പറഞ്ഞത് ആ പട്ടിക പറയുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും. ഇപ്പോൾ പണ്ട് VD സതീശൻ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളുടെയോ നേതാക്കളുടെയോ മുട്ടിലിഴയാൻ, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ ഇഴയാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്ന് കോൺഗ്രസ് ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. that would be much better, രാജു പി നായർ, to put everything straight. അതെപ്പോഴും വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ്. രമേശ് ചെന്നിത്തല പക്ഷേ അങ്ങനെയല്ല പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുമെന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, റിയാക്ഷൻ ടുഡേ. ഞാൻ ചോദിക്കുന്നത്, ഗോപീഷൻ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ ഇംഗിതത്തിനൊപ്പം നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ചുരുങ്ങിയ പക്ഷം 4 വർഷമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ സൂചിപ്പിച്ച കാര്യമല്ല, ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ ജയിപ്പിക്കുമെന്ന് പറഞ്ഞവരോ തോൽപ്പിക്കുമെന്ന് പറഞ്ഞവരോ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലായി. ഞാനിപ്പോൾ അങ്ങ് പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. പല പ്രാവശ്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറവൂര് വന്ന് സമ്മേളനം, SNDP സമ്മേളനം നടത്തി. SNDPയുടെ വേദിയിൽ വെച്ച് VD സതീശൻ്റെ മരണപ്പെട്ടു പോയ അച്ഛനെ അധിക്ഷേപിച്ച ആളാണ്. ഒരു കാരണവശാൽ VD സതീശനെ ജയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്, കഴിഞ്ഞതിന് മുൻപത്തെ പ്രാവശ്യത്തിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് VD സതീശൻ അവിടെ നിന്ന് ജയിച്ചത്. തിരുവനന്തപുരത്ത് ശശി തരൂർ ആദ്യം മത്സരിച്ചപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞു. അന്ന് 1,00,000 ചില്ലാനം വോട്ടിന് ജയിച്ചു. രണ്ടാമത് വന്നപ്പോൾ ഞങ്ങളുടെ നായരാന്ന് പറഞ്ഞു. അന്ന് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിട്ട് കുറഞ്ഞു. ഡീൻ കുര്യാക്കോസിനെ ജയിപ്പിക്കാൻ വേണ്ടി നടന്നു. അന്ന് അദ്ദേഹം 50,000 വോട്ടിന് പരാജയപ്പെട്ടു. പിന്നീട് തോൽപ്പിക്കാൻ നടന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചു. KC വേണുഗോപാലിനെ നിരന്തരമായി പരാജയപ്പെടുത്താൻ നടക്കുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ ഇതുവരെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവസാനം ആലപ്പുഴയിൽ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ KC വേണുഗോപാലിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ള നിലയിലേക്ക് വന്നു. അപ്പോൾ നമ്മളിത് ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാരാണ് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം തീരുമാനിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ പ്രൈം ടൈമിൻ്റെ വ്യൂവർഷിപ്പിന് നല്ലതായിരിക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയത്തിനോ അത് ഗുണകരമാവില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം, ഈ വിഷയത്തിൽ NSSനോ SNDPക്കോ എല്ലാവർക്കും പൊതുവായ തീരുമാനമെടുക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട്. NSSൻ്റെയോ SNDPയുടെ തീരുമാനത്തിന് അപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPMൻ്റെ നിലപാടാണ്. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, CPMൻ്റെ ശ്രീ പ്രകാശന് ആരാധനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആചാരങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ശ്രദ്ധയും വലിയ ബഹുമാനത്തോടും കൂടിയാണല്ലോ.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ശ്രദ്ധയും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ താൽക്കാലികമായെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെ മാറ്റാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. പകരം എന്താ ചെയ്തത്? കോടതി വിധി ഉണ്ടായിരുന്നു. കോടതി വിധി ഉള്ളപ്പോൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനം നടത്താമായിരുന്നു. പകരം വിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അങ്ങനെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല അതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ലിംഗസമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലിംഗസമത്വം ഈ കുടുംബങ്ങളിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് ഒരു പ്രൈം ടൈം ചാനലിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ കേൾക്കുമ്പോൾ ചോദിക്കുകയാണ്, വീടുകളിൽ ലിംഗസമത്വം ഉണ്ടോ? അതില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത്രയും നാൾ ഞങ്ങൾ വലിയ ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാരാണ് എന്ന് പറഞ്ഞവർക്ക് ഈ വീടുകളിൽ പോലും ലിംഗസമത്വം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് പറയുന്നതേ ഉള്ളൂ. വീടുകളില്ലാത്ത ലിംഗസമത്വം ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം, അല്ലേ? അതാണല്ലോ ചോദിച്ചത്. വീടുകളിലില്ലല്ലോ ലിംഗസമത്വം എന്ന് ചോദിക്കുകയാണ് 2025 നിന്ന്. ഇതൊക്കെയല്ലേ രാഷ്ട്രീയ മാറ്റങ്ങൾ? ഇതാണല്ലോ രാഷ്ട്രീയ മാറ്റം. വിശ്വാസങ്ങൾ വിശ്വാസികളുടെയാണ്, ഇല്ലേ? എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ശബരിമല തന്ത്രിയുടെ മുണ്ടിന്റെ അവിടുത്തെ കോന്തലയിലല്ല അവിടുത്തെ താക്കോല് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാണ്. തന്ത്രിയുടെ മുണ്ടിന്റെ കോന്തലയിലല്ല ശബരിമലയിലെ താക്കോലിരിക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ചർച്ചയാവാൻ പോകുന്നത് തീർച്ചയായിട്ടും CPM-ന്റെ കൃത്യമായിട്ടുള്ള ഈ നിലപാട് മാറ്റമാണ്. ആ നിലപാട് മാറ്റം എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിലെ CPM-ൽ നിന്ന് ഭൂരിപക്ഷ സമുദായം അകന്നു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ അത് കൃത്യമായിട്ട് ഇസ്ലാമോഫോബിയ കത്തിച്ചുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, രാജു പി നായർ, ഈ രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞോട്ടെ. അതായത് താങ്കൾ നേരത്തെ ചോദിച്ചു, സമുദായ സംഘടനകളുടെ ആഹ്വാനം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അനുസരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ എത്രയോ കോൺസ്റ്റിറ്റ്യുവൻസിയോ അല്ലെങ്കിൽ നേതാക്കളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോ ഉണ്ടോ എന്നൊക്കെ താങ്കൾ ചോദിച്ചു. ഞാൻ ആ സമയത്ത് ഇടപെടാതിരുന്നത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് താങ്കളുടെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഇടപെടേണ്ട എന്ന് കരുതിയാണ്. ഈ 2018 നാമജപ ഘോഷയാത്രയെക്കുറിച്ച് NSS പറഞ്ഞത് താങ്കൾ കേട്ടോ? ഞങ്ങൾ വിശ്വാസികളുടെ ഒരു പ്രശ്നം ഏറ്റെടുത്ത് ശബരിമലയിൽ ആചാര സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസും അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന BJP-യും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ വിശ്വാസികൾ അണിനിരന്നു, ഞങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടുന്നു എന്ന് കാണുമ്പോൾ, അതായത് ഇത് വിജയം കാണുന്നു എന്ന് കണ്ടപ്പോൾ ചാടി വീണതാണ് BJP-യും കോൺഗ്രസും ഒക്കെ എന്നാണ്. സമുദായ സംഘടനകൾ തെളിക്കുന്ന വഴിയെ പോകണ്ട എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കമൻറ്റ് ഉണ്ടാവില്ലായിരുന്നല്ലോ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന്. മാത്രമല്ല, ഹിന്ദു വോട്ടുകളുടെ കാര്യം താങ്കൾ പറഞ്ഞതുപോലെ CPM-ന് ഒരൊറ്റ സെക്കൻഡ്, ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ക്ലെവർ മൂവാണ്, ഞാനും താങ്കളോടൊപ്പം സമ്മതിക്കുന്നു, ആണെന്ന് വിചാരിക്കുക. ഇത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്ന് NSS പറഞ്ഞതിനെ താങ്കൾ എങ്ങനെ കാണും? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ ഒന്നും പോക്കറ്റിലല്ല ഈ വോട്ടുകൾ ഇരിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ തെറ്റായ വായനയുടെ ഭാഗമായിട്ട് സുകുമാരൻ നായർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ പറയാം. അതൊന്നും ഞാൻ ചോദിക്കട്ടെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിനെ മുഴുവനായിട്ട് പിന്തുണച്ച കേരളത്തിലെ യുവാക്കൾ എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണച്ചത്? ഞാൻ കൃത്യമായിട്ട് എൻ്റെ വായന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ യുവാക്കൾ, പുരോഗമനപരമായ രാഷ്ട്രീയം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾ, കേന്ദ്രത്തിൽ BJP വന്നാൽ അതൊരു യാഥാസ്ഥിതിക ഗവൺമെൻറ് ആയിട്ട് മാറുമെന്നും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടും എന്ന് ചിന്തിക്കുന്നവർ കേരളത്തിൽ വരുമ്പോൾ അത് ചാർത്തിക്കൊടുത്ത പുരോഗമനമായ ലേബൽ CPM-നായിരുന്നു. അതുകൊണ്ടാണ് CPM-നെ യുവാക്കൾ പിന്തുണയ്ക്കുന്നത്. അത്തരത്തിൽ വലിയൊരു മാറ്റം വരുന്നത് ഇന്ന് CPM-ന്റെ നിലപാടോടുകൂടി സംഭവിക്കുന്നത് അറിയോ? കേരളത്തിലെ യുവാക്കൾ തിരിച്ചറിയുന്നു, CPM പുരോഗമനപരമായ പാർട്ടിയല്ല, CPM കോൺഗ്രസിനേക്കാൾ യാഥാസ്ഥിതിക രീതിയിലേക്കുള്ള പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. കേരളത്തിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി വർഗീയതയോട് സന്ധി ചെയ്യുന്ന, നേരത്തെ എടുത്തിരുന്ന പുരോഗമനം എന്ന് പറഞ്ഞിരുന്ന നിലപാടുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് യാഥാസ്ഥിക നിലപാടെടുക്കുന്ന ഒരു പിന്തിരിപ്പൻ പാർട്ടിയാണ് CPM എന്ന് കേരളത്തിലെ യുവാക്കൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവർ ചെന്നുപെട്ടുന്ന ഏറ്റവും വലിയ ദുരോഗം അവിടെയായിരിക്കും. ഇവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ പിന്നാക്ക സമുദായത്തിന്റെ വോട്ട്
BJP-യിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ്. അതിന് കാറിൽ ചില വർഗീയവാദികളെ കയറ്റിക്കൊണ്ടുപോയാൽ സാധിക്കുമെന്ന വിശ്വാസമുണ്ട്. അവരെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ കൊണ്ടിറക്കിയാൽ ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു. നിലമ്പൂർ തെളിയിക്കപ്പെട്ടല്ലോ. അങ്ങനെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. ജനങ്ങൾ പുരോഗമനപരമായും മതേതരത്വത്തോടും നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പല്ലോ. അല്ലെങ്കിൽ കർട്ടൻ റൈസറായിട്ട് പോയ ആള് ഈ കാറിൽ പോയ ആളല്ലേ? ഈ കാറിൽ അയ്യപ്പ സംഗമത്തിന് പോയ ആളാണല്ലോ ആദ്യം നിലമ്പൂരിലേക്ക് അയച്ചത്. അപ്പോൾ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇന്ന് CPM എടുത്തിരിക്കുന്ന നിലപാട് അവരുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ഇസ്ലാമോഫോബിയ കത്തിക്കുകയാണ്. RSSന്റെ നാവായിട്ട് പിണറായി വിജയൻ മാറുകയാണ്. കേരളത്തെ സംഘപരിവാറിന്റെ സർസംഘചാലക്കാണ് പിണറായി വിജയൻ. ഒരു സംശയവും വേണ്ട. ശരി, അതിന് പ്രകാശ് മാസ്റ്റർ മറുപടി പറയട്ടെ. ഞാൻ ശ്രീ വി രാജേഷിലേക്ക് ശ്രീ രാജേഷ് നായർ, ഈ ആരോപണങ്ങൾക്ക് പ്രകാശ് മാസ്റ്റർ മറുപടി പറയട്ടെ അദ്ദേഹത്തിന്റെ അടുത്ത റൗണ്ടിൽ. ഞാൻ ശ്രീ വി രാജേഷിലേക്ക് പോകുന്നു. ശ്രീ വി രാജേഷ്, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി നടന്ന ഭക്തരുടെ പ്രതിഷേധങ്ങളിലുമൊക്കെ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് NSS ഒക്കെ വളരെ സജീവമായി നിന്നിരുന്നതും നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് അതേ NSSഉം SNDPയും ഒക്കെ ഒന്നിച്ച് ഈ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി എന്ന് മാത്രമല്ല, ഒഴിഞ്ഞ കസേരകളും വേണ്ടത്ര പ്രതിനിധികളും ഇല്ലാതെ പൊളിഞ്ഞുപോയ ഒരു സംഗമം എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആളുകളുടെ എണ്ണം നോക്കിയല്ല അവരെന്ത് ചെയ്യുന്നെന്ന് നോക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്ന അത്രയും സർക്കാരിനുള്ള ഒരു പിന്തുണയായി അത് മാറുകയാണ്. അപ്പോൾ രണ്ട് ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്, ഒന്ന് കോൺഗ്രസിനെതിരെയാണ്, മറ്റൊന്ന് BJPക്കെതിരാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആത്മാർത്ഥമായി ആചാര സംരക്ഷണത്തിനോ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്കോ അനുസൃതമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നാണ്. BJPയും കോൺഗ്രസിനെയും ഒരുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സമുദായ സംഘടനകൾ ഇടതോരം ചേർന്നിട്ടുള്ളൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് BJP ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഒന്ന്, BDJS പോലെയുള്ള സംഘടനകളിലൂടെ കേരളത്തിൽ ഈ വോട്ടുകൾ സമാഹരിക്കുക, NDAയിലേക്ക് കൂടുതൽ കൊണ്ടുവരിക എന്നൊക്കെയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ BJP നടത്തിയിട്ടുണ്ട്. അത് ആ ഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളിയൊക്കെ നിലപാട് മാറ്റി BJPക്കൊപ്പം ഈ ഈഴവ സമുദായത്തെ മുഴുവൻ കൊണ്ടുവരുമെന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് ചായുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നുണ്ടോ? ശ്രീ വി രാജേഷ്, ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് BJP കാണുന്നത്? ഗോപി, ഇവിടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് CPM സംസ്ഥാന സർക്കാർ മാത്രമാണ്. NSSഉം SNDPയും നിലപാടുകൾ സ്വീകരിക്കുന്നത് വോട്ട് കൊടുക്കുമെന്നോ വോട്ട് വാങ്ങുമെന്നോ പറഞ്ഞുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ ഒന്നുമല്ല. NSSനെ സംബന്ധിച്ചിടത്തോളം ശബരിമല ആചാര ലംഘനം ഉണ്ടാകാൻ പോകുന്ന സമയത്ത് NSS കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചു. ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ മുതിരുകയാണ് എന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ NSS ആ ഗവൺമെൻറ് നിലപാടിനെ പിന്തുണച്ചു. ഇത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതൊരു സാമുദായിക സംഘടനയാണ്. അപ്പോൾ ആ ഒരു നിലപാട് അന്ന് അത് ഗവൺമെൻറ് നിലപാടിനോട് വിയോജിച്ചതുകൊണ്ടോ ഇന്ന് ഗവൺമെൻറ് നിലപാടിനെ അനുകൂലിച്ചതുകൊണ്ടോ വോട്ട് കൊടുക്കാമെന്നോ വോട്ട് കൊടുക്കുകയില്ല എന്നുള്ള ഒരു ചർച്ചയും നടന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച നടത്തുന്ന സംഘടനയുമല്ല NSS ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ച് ആ സംഘടനയുടെ നിലപാട് പറയുന്ന നേതൃത്വമാണുള്ളത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. സ്വാഭാവികമായിട്ട് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയില്ല, അത് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. മറ്റൊന്ന് SNDP ആചാര ലംഘന സമയത്ത് വനിതാ മതിൽ ഉൾപ്പെടെ നിർമ്മിക്കുവാൻ ഏറ്റവും മുൻപിൽ നിന്ന് പിന്തുണ കൊടുത്ത ഒരു സംഘടനയാണ്. അന്ന് ഗവൺമെൻറ് അവർ പിന്തുണ കൊടുക്കുന്നു, ഇന്ന് ഗവൺമെൻറ് അത് പിന്തുണ കൊടുക്കുന്നു. അത് നാളെ വോട്ടായിട്ട് മാറുമോ, BJPക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ, അതൊക്കെ തന്നെ ഇറലവൻ്റ് ആണ് ക്വസ്റ്റ്യൻസ്. BJP എന്തുകൊണ്ട് CPMനും ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ലാത്ത ഒരു മൂവ്മെൻറ്റ്, മാത്രമല്ല അപഹാസ്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അതായത് ഗോപി, ഞാൻ പൊതുപ്രവർത്തകനാണ്, അങ്ങ് മാധ്യമ പ്രവർത്തകനാണ്, കേൾക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വർഷങ്ങളോളം കൃത്യമായിട്ടുള്ള നരേന്ദ്രമോദി വിരുദ്ധ നിലപാടുകൾ, അതായത് BJPയെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഞങ്ങളാണ് എന്നുള്ളൊരു ചിന്ത മുസ്ലിം സമുദായത്തിനിടയിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി CPM ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി അവർ കുറേ കാലങ്ങൾ ചെയ്തു.
എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിലമ്പൂരൊക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി CPM ബോധ്യമായി മുസ്ലിം സമുദായം മനസ്സിലാക്കിയിരിക്കുന്നു ദേശീയ തലത്തിൽ BJP-യോടൊപ്പം പ്രതിപക്ഷമെന്ന് ആർഗ്യൂ ചെയ്യാനെങ്കിലുമുള്ള ഒരു ശേഷിയുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. അതുകൊണ്ട് അവർ കോൺഗ്രസിന്റെ പിന്നാലെ ഒരുമിച്ചു. അപ്പോൾ CPM സ്വാഭാവികമായിട്ട് കയ്യിലിരുന്നത് പോയി. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബേസ് തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടാണ് മുഷ്ടി ചുരുട്ടി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും കല്ലും മുള്ളും കാല് കുത്ത എന്ന് ശരണം വിളിക്കുന്ന മുഖ്യമന്ത്രിയും ഇത്രത്തോളം കോമാളി കഥാപാത്രങ്ങളായിട്ട് നിന്നുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ CPM പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന പ്രകാശ് മാഷ് എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ മഹത്വം ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് പമ്പയിൽ സമ്മേളനം നടത്തണമെന്ന് പോലെ. എൻ്റെ സഖാവേ, താങ്കൾ ഇത് ആരോടാ പറയുന്നത്? അയ്യപ്പന്റെ മഹത്വം ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ജയിച്ചതിന് ശേഷമാണ് അയ്യപ്പൻ ഉണ്ടായത്. അയ്യപ്പന്റെ മഹത്വമൊക്കെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രപഞ്ചമുള്ള കാലത്തോളം മുമ്പ് തന്നെ ലോകം അറിഞ്ഞു. അതെല്ലാം അതിന് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും അയ്യപ്പന്റെ മഹത്വം അന്ന് കൊണ്ടുപോയപ്പോൾ അറിഞ്ഞതുപോലെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. അന്ന് അയ്യപ്പന്റെ മഹത്വം അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ആംബുലൻസ് കയറ്റി അവിടെ കൊണ്ടുപോയത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഈ ആർഗ്യുമെന്റ് ഉള്ളല്ലോ, ഇത് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടിയാകും. പിന്നെ സാമുദായിക സംഘടനകളുടെ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോൾ BJP-യോട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല അവർ നിലപാടെടുക്കുന്നത്, അതിൻ്റെ ആവശ്യവുമില്ല. ഇപ്പോൾ മുന്നോക്ക വിഭാഗക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം NSS നിലപാട് സ്വീകരിച്ചു, BJP നിലപാട് സ്വീകരിച്ചു. അത് BJP NSS തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തിട്ടൊന്നുമല്ല. അത് ആശയപരമായി ഞങ്ങൾ രണ്ടുപേരും സ്വീകരിച്ച നിലപാട് ഒരേപോലെ വന്നു. ശബരിമലയിൽ യുവതീ പ്രവേശത്തിനെതിരായിട്ടുള്ള നിലപാടാണ് BJP-യുടെ നിലപാട്, NSS-ന്റെ നിലപാട് അത് തന്നെയാണ്. ആ നിലപാട് ഒരുമിച്ച് വന്നു. അത് പരസ്പരം NSS-ഉമായിട്ട് സംസാരിച്ചിട്ടോ NSS-ഉമായിട്ട് BJP-യായിട്ട് സംസാരിച്ചിട്ടോ അങ്ങനെയുള്ള സംസാരിക്കുന്ന സംഘടനകളല്ല. NSS-ന്റെ നിലപാട് എല്ലാ കാലത്തും ഉണ്ട്. ചില സമയം BJP-യോട് വിയോജിച്ചിരിക്കും, BJP-യെ വിമർശിക്കും. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഞങ്ങളുടെ നിലപാടെടുത്ത് മുന്നോട്ട് പോയി. എപ്പോഴും NSS എടുക്കുന്ന നിലപാട് തന്നെ BJP എടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? BJP എടുക്കുന്ന നിലപാട് തന്നെ NSS എടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ നിർബന്ധം? പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയന്റെ സർക്കാരും ഈ നാടിന് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ട് അത് NSS യോജിച്ചാലും SNDP യോജിച്ചാലും വിയോജിച്ചാലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ് BJP. ഞാൻ ഗോപിയോട് ചോദിക്കട്ടെ, ഈ ചർച്ച കേൾക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം CPM സംഘടിപ്പിച്ച സംഗമത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഒരാൾ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആർക്കെങ്കിലും അയ്യപ്പനിലോ മാളികപ്പുറത്തമ്മയിലോ പമ്പാ നദിയിലോ അയ്യപ്പ സംഗമത്തിലോ എന്തെങ്കിലും ഒരു തരുമ്പെങ്കിലും വിശ്വാസമുണ്ടെന്ന് ആരെങ്കിലും പറയോ? മാളികപ്പുറത്തമ്മയെ പെണ്ണുകെട്ടി കല്യാണം നടന്ന M സ്വരാജ് ഉണ്ടല്ലോ, മാളികപ്പുറത്തമ്മയുടെ കല്യാണം കഴിഞ്ഞു കന്യയ്യപ്പൻ വരാത്തതുകൊണ്ടെന്ന് പറഞ്ഞ് M സ്വരാജ് അതിനുശേഷം നിയമസഭയിൽ കാലുകുത്തിയിട്ടതുമല്ല മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ സ്വരാജിന്റെ ബൂത്തിൽ, സ്വരാജിന്റെ പഞ്ചായത്തിൽ, സ്വരാജിന്റെ മണ്ഡലത്തിൽ സകലയിടത്തും 3-ാം സ്ഥാനത്ത് പിന്നോട്ട് പോയില്ലേ, സകലയിടത്ത് പോയില്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെയും സംസ്കാരത്തെയും പരസ്യമായി ആക്ഷേപിക്കുന്ന ഒരു പാർട്ടി, പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന MLA അശുദ്ധിയോടെ യുവതികൾ സന്നിധാനത്ത് പ്രവേശിച്ചതിനെ ഒരു എവറസ്റ്റ് കീഴടക്കിയ ഒരു ആവേശത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിമാനത്താവളത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്നലെ രാത്രി യുവതികൾ കയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ സാഡിസം നിറഞ്ഞ ആ മുഖമുണ്ടല്ലോ, ആ മുഖം കേരളത്തിലെ എന്നല്ല ഈ ലോകത്തെ തന്നെ ഹൈന്ദവ വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ ഒരിക്കലും പുറത്തിട്ടില്ല. അന്ന് ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന കേരളം മുഴുവനും അയ്യപ്പ ഭക്തന്മാരെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തല്ലിച്ചതച്ചതിന്റെ വേദന ആരും മറന്നിട്ടില്ല. ചാത്തന്നൂരുള്ള ഒരു കൊച്ചു കുട്ടിയെ ഹരിവരാസനം കേൾക്കാൻ വേണ്ടി സന്നിധാനത്ത് നിന്ന ഒരു കൊച്ചു കുട്ടിയെയും കൊണ്ട് അച്ഛൻ മലയിറങ്ങുന്നത് ആരും മറന്നിട്ടില്ല. ഞാൻ പല ദിവസവും സന്നിധാനത്തുണ്ടായിരുന്നു ഗോപി. അവിടെ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ രാത്രി അവിടെ കിടന്ന് ഉറങ്ങുമെന്ന് കരുതിക്കൊണ്ട് ഫയർഫോഴ്സിനെ കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ നനയ്ക്കുമായിരുന്നു, നടപ്പന്തൽ മുഴുവനും നനയ്ക്കുമായിരുന്നു. മണിക്കൂറുകളോളം തമിഴ്നാട് ഉൾപ്പെടെ യാത്ര ചെയ്ത് വരുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ആ നടപ്പന്തലിൽ കിടക്കുമ്പോഴേക്കും ഒരു കണ്ണിൽ ചോരയും ഇല്ലാതെ അന്ന് അനിൽകാന്ത് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് പറയാൻ വേണ്ടി കാണാൻ ചെന്നപ്പോൾ ഒരു അപ്പോയിൻമെന്റും തന്നില്ല. നിഷ്കരുണം കിടന്നുറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് മണിക്കൂറുകൾ ഇടപെട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെ നനച്ചിട്ടിട്ട് അയ്യപ്പന്മാർക്ക് ഉറങ്ങാൻ പോലും ഉള്ള സംവിധാനം തടസ്സപ്പെടുത്തിയത് പിണറായി വിജയൻ ഗവൺമെന്റുമാണ്. ആ ഗവൺമെന്റിന് അയ്യപ്പ ഭക്തന്മാരുടെ പ്രകാശം ഭാഷ എവിടെയാണ് നിങ്ങൾക്ക് സ്നേഹം? ഈ
ഞാൻ ക്രൂര അതില്ല ശ്രീ മനസ്സുള്ള വി രാജേഷ് അയ്യപ്പന്റെ ഇതുവരെ പ്രസക്തി പറഞ്ഞതിൽ ഞാനൊരു ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട ഉയർത്താൻ ഭാഗം പോകുന്നത് എടുക്കുന്നത് BJP-യും NSS-ഉം സമുദായ സംഘടനകൾക്കും ഒരേ നിലപാട് സ്വീകരിക്കണമെന്ന് എന്തിനാണ്, ആർക്കാണ് ഇത്ര നിർബന്ധം എന്ന് താങ്കൾ പറഞ്ഞൊരു ഭാഗം ഞാൻ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഇനി വരാം. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. കാരണം BJP നടത്തിയ ബദൽ സംഗമത്തിൽ സംസാരിച്ച സ്വാമിക്കെതിരെയാണ് ഇപ്പോൾ ഈ വർഗീയ വിദ്വേഷത്തിന്റെ പേരിലൊക്കെ കേസെടുത്തിരിക്കുന്നത്. ആ കാര്യം കൂടി നമുക്ക് അടുത്ത ചർച്ചയിൽ ഉൾപ്പെടുത്താം. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ കാരശ്ശേരി മാസ്റ്ററിലേക്ക് കൂടി ഒന്ന് പോട്ടെ. കാരശ്ശേരി മാഷെ, ഈ കാലഘട്ടത്തിൽ യോജിച്ച ഒരു ഭാഗമല്ല ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ചരിത്രത്തിലുള്ള ഒരു ഭാഗം ഞാൻ എടുത്തു പറയുകയാണ്. താങ്കൾ ഈ ഘട്ടത്തിൽ എനിക്കത് പറയേണ്ടി വരുന്നത് ഈ വിഷയവുമായി ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. പിഴച്ച നായരും നശിച്ച നസ്രാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ്റെ നിരീക്ഷണമാണിത്. ആ മന്നത്ത് പത്മനാഭൻ്റെ NSS ഇന്നിപ്പോൾ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ ശരിവെച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാഷേൻ്റെ ചോദ്യം, പമ്പയിൽ ഇപ്പോൾ ഈ നടക്കുന്ന അയ്യപ്പ സംഗമം എന്നത് ഇടത് മുന്നണിക്ക് ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തന്നെ മേൽക്കൈ നൽകുന്ന ഒരു പരിപാടിയായി മാറുന്നുണ്ടോ? അതിനുള്ള തെളിവാണോ ഈ SNDP-യും NSS-ഉം പോലുള്ള സമുദായ സംഘടനകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പിന്തുണ മാഷിൻ്റെ നിരീക്ഷണത്തിൽ? ഇവിടെ NSS-ഓ SNDP-യോ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അനവധി സ്ഥലങ്ങളിൽ ഒരു നിർണായക ശക്തിയായി എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ശബരിമല കഴിഞ്ഞ ഇലക്ഷനെ ബാധിച്ചു. അത് NSS-ഉം SNDP-യും ഉണ്ടായതുകൊണ്ടാണെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. നേരത്തെ രാജു പി നായർ പറഞ്ഞ മാതിരി അവർ പിന്തുണച്ച പലരും തോറ്റിട്ടുണ്ട്, അവർ തോൽപ്പിക്കാൻ നടന്ന പലരും ജയിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു നയവ്യതിയാനം, പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത് കെ കരുണാകരൻ തന്നെയാണ്. അല്ലെ മാഷേ, 87-ലെ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ ഈ സമുദായ സംഘടനകളുടെ ഒക്കെ ഇത് പിന്തുണ തേടി നിന്ന സമയത്ത് അന്ന് EMS-ന്റെ സെക്കുലാർ പൊളിറ്റിക്കൽ സ്റ്റാൻഡായിരുന്നു അന്ന് വിജയം കൊണ്ടുപോയത്. അല്ലെ മാഷേ, 87-ല്? അതെ അതെ. അപ്പം ഇതിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം ഗോപി. അതായത് ഞങ്ങളുടെ MLA ആയിരുന്ന CPM-ൻ്റെ നേതാവ് മത്തായി ചാക്കോ 2006 ഒക്ടോബറിൽ മരിച്ചുപോയി. ആ സമയത്ത് താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹം ബോധപൂർവം അന്ത്യകൂദാശ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അന്ന് CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ പിണറായി വിജയൻ പറഞ്ഞത് അത് പച്ചക്കള്ളമാണ് എന്നും ആ പറഞ്ഞ ആൾ നികൃഷ്ടജീവിയാണെന്നാണ്. അപ്പോൾ മതാചാരങ്ങൾ ഒരു ബിഷപ്പ് ഒരു അഭിപ്രായം പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്താൽ മതി. ഇപ്പോൾ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് ആര് പറയുന്നു? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹയാത്രികനായ വെള്ളാപ്പള്ളി പറയുന്നു. 2012-ലാണ് പിണറായി വിജയൻ മുഹമ്മദ് നബിയുടെ തിരുകേശം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ശരീരമാലിന്യമാണ്, ബോഡി വേസ്റ്റാണ് എന്ന്. 2023-ലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ യുക്തിചിന്ത, ശാസ്ത്രീയ ബോധം വളർത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗണപതിയുടെ മൂക്ക് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയെ പറ്റി പറയാൻ പാടില്ല, അതൊരു മിത്തിക്കൽ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇടതുപക്ഷ നിലപാട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇവരാരും ഈ തിരുകേശത്തെ പറ്റിയോ ഈ ഗണപതിയെ പറ്റിയോ അല്ലെങ്കിൽ ബിഷപ്പിനെ പറ്റിയോ ഇങ്ങനെ ഒന്നും സംസാരിക്കുകയില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ അയ്യപ്പ സംഗമവും ബദൽ സംഗമവും അതിൻ്റെ ചർച്ചകളും ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ കഷ്ടമാകുന്ന രീതിയിൽ സമുദായ ധ്രുവീകരണം, ചേരിതിരിവ്, പോളറൈസേഷൻ ഉണ്ടാക്കും എന്നതിനെ പറ്റി ഒരു തർക്കമില്ല. അപ്പോൾ വാവര് ഇപ്പോൾ ഈ ചർച്ചയിൽ വന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ഭീകരവാദിയായിരുന്നു എന്നൊരു വാദം, അതാര് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഞാൻ നവമാധ്യമങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ ഒരു തരത്തിലും ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് മാറേണ്ട വിഷയമല്ല അത്. കാരണം അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വാവരാണ് എന്ന് പറയുമ്പോൾ വാവര് സ്വാമി എന്ന് മുസ്ലിങ്ങളെ വിളിച്ചിരുന്ന കാര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. അതായത് ഈ ശബരിമല സംരക്ഷണ സംഗമം ഉണ്ടായല്ലോ മാഷേ, ബദൽ സംഗമം. അതിലെ ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനായിരുന്ന ശാന്താനന്ദക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശ്വാസം വ്രണപ്പെടുത്തി, മതസ്പർദ്ധ ഉണ്ടാക്കി എന്നീ വകുപ്പുകളൊക്കെ. അതെ, അപ്പൊ ഞാൻ പറയുന്നത് അല്ല ഗോപി, ഈ പ്രശ്നം മുഴുവൻ
ഗവൺമെൻറ് ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സാമുദായികമായ ചേരിതിരിവ്, ധ്രുവീകരണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, 2016 ഏപ്രിലിൽ ബോംബെ ഹൈക്കോടതി ശനിദേവൻ്റെ അമ്പലത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞു. ബോംബെ ഹൈക്കോടതിയാണ്. ഓഗസ്റ്റിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രം ഹാജി അലിയിൽ ഇതുപോലെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് നടപ്പായി. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ആരാണ്? ഫട്നാവിസ് ആണ്, BJP-കാരനാണ്. അവരുടെ കൂടെയുണ്ട് ശിവസേന. എന്നിട്ട് 2016 അത് നടപ്പായി. 2018 ശബരിമലയിൽ സ്ത്രീകളെ പ്രായവ്യത്യാസം നോക്കാതെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയാണ്. അത് മുഴുവൻ അന്ന് എന്തുണ്ടായി? ആദ്യം BJP-യും കോൺഗ്രസും LDF എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാലുമാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലുമാറി, ഇപ്പോൾ CPM-ഉം കാലുമാറി, LDF-ഉം കാലുമാറി. അതായത് അയിത്തം എന്നുള്ള ഒരു സംഗതി നിരോധിച്ച ഒരു ഭരണഘടന നമുക്കുള്ളത്. തീണ്ടാരിയായ പെണ്ണുങ്ങൾ അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീണ്ടാരി വരുമ്പോൾ അയിത്തം കൽപ്പിക്കുകയാണ്. അയിത്തം എന്നുള്ളത് അശുദ്ധം എന്നുള്ള വാക്കിൽ നിന്നുണ്ടാകുന്നതാണ് അയിത്തം എന്നുള്ള വാക്ക്. അപ്പം ഇതിനെതിരായിട്ടാണ് നേരത്തെ തന്നെ BJP നേതാക്കന്മാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജഗോപാലൊക്കെ നേരത്തെ തന്നെ അവിടെ സ്ത്രീകൾക്ക് പ്രായവ്യത്യാസം നോക്കാതെ പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നു. തൽക്കാലത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വോട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ CPM-ൻ്റെ പാർട്ടി പേരിൽ M എന്നുള്ളത് മാർക്സ് ആണല്ലോ, കാർൽ മാർക്സ് ആണല്ലോ. അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാ വിമർശനങ്ങളും ആരംഭിക്കുന്നത് മതവിമർശനത്തിലാണ് എന്ന്. മതത്തെപ്പറ്റി മാർക്സാണ് എഴുതിയത്. അത് ജനങ്ങളെ മയക്കുന്ന കറുപ്പാണ്, അവർക്ക് അതിൽ ആശ്വാസം ഉണ്ടെങ്കിലും അത് ലഹരിയാവും എന്ന്. അപ്പോൾ മതവിമർശനം എന്ന് പറയുന്നത് മാർക്സ് പറഞ്ഞത് ജനങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് മോചനം കിട്ടുകയില്ല. മർദ്ദകോപകരണങ്ങളിലൊന്നാണ് മതം. അതുകൊണ്ട് ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ സ്ഥിതികൾ മാറ്റിയാലല്ലാതെ ജനങ്ങൾക്ക് ഇതൊരു മിഥ്യാധാരണയാണ്, അതിന് മോചനം കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഒരാളാണ് മാർക്സ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് പറയുന്നത് ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ് അവർ. ആചാരം ലംഘിക്കണം എന്ന് കേരളീയരെ പഠിപ്പിച്ച ആരാണ്? കോൺഗ്രസും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കന്മാരൊക്കെയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 1931 ക്ഷേത്രപ്രവേശനം എന്നുള്ള ആചാര ലംഘനം നടത്താൻ വേണ്ടി സമരം നടത്തുന്ന ആരാണ്? ഒന്ന് K. കേളപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് AKG ആണ്. അവിടെ മണിയടിക്കുന്ന ആൾ P. കൃഷ്ണപിള്ളയാണ്. AKG-യും P. കൃഷ്ണപിള്ളയൊക്കെ പിന്നീട് രൂപം കൊണ്ട CPI അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണല്ലോ, 37 ഉണ്ടാവുന്ന അതിൻ്റെ നേതാക്കന്മാരായി മാറുന്ന ആളുകളാണ്. അപ്പോൾ ആചാര സംരക്ഷണം എന്ന് പറയുന്നതിന് നവോത്ഥാനം എന്ന് പറയില്ല. അതിൻ്റെ പേര് പുനരുദ്ധാരണം എന്നാണ്, റിവൈവലിസമാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയതെന്ന് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച് പുതിയത് ഏർപ്പാടാക്കുക, അതിനെയാണ് നവോത്ഥാനം എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നരബലി ഇവിടുത്തെ ആചാരമായിരുന്നു, സതി ഇവിടുത്തെ ആചാരമായിരുന്നു, അയിത്തം ഇവിടുത്തെ ആചാരമായിരുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സംബന്ധം ഒരു ആചാരമായിരുന്നു. എല്ലാം നമ്മൾ ലംഘിച്ചില്ലേ? ഇപ്പോൾ വഴി നടക്കാൻ പാടില്ല എന്നുള്ള ഒരു വൈക്കത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ വഴി നടക്കാൻ അയിത്തജാതിക്കാർക്ക് നടക്കാൻ പാടില്ല. ഇത് കാക്കയും പൂച്ചയും പട്ടിയും പന്നിയും എരുമയൊക്കെ പോകുന്ന വഴിക്ക് അയിത്തജാതിക്കാർക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വലിയ സമരം ചെയ്യാണ്. 100 കൊല്ലം മുമ്പാണ്, 1924-25 കാലത്ത്. അത് വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? രാജാധിപത്യത്തിൻ്റെ കാലത്ത് വിജയിച്ചു. 1931 സമരം നിർത്തിവെച്ചിട്ട് 36 ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. രാജാധിപത്യത്തിൻ്റെ കാലത്താണ്. ജനാധിപത്യത്തിൻ്റെ കാലം വന്നപ്പോൾ ഈ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണം, നവോത്ഥാനം ഒന്നും നടക്കുകയില്ല എന്നാണ് ഇപ്പൊ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, കാരശ്ശേരി മാഷി, ഈ പറഞ്ഞ ഭാഗത്ത് തന്നെ പ്രകാശ് മാഷി പോലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാഷി പറഞ്ഞതുപോലെ തന്നെ പുരോഗമന ആശയങ്ങളെയും യുക്തിചിന്തയും ഒക്കെ കൈവിട്ട് ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന മാഷിന്റെ നിരീക്ഷണം, ആ കാര്യങ്ങൾ കൂടി, അതിനുള്ള മറുപടി കൂടി പ്രകാശ് മാസ്റ്റർ നൽകട്ടെ. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളാണുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരഭിപ്രായം പറയാൻ 3 പേരും അതിനെ എതിരായിട്ടുള്ള അഭിപ്രായം പറയാൻ ഒരാളെയും നിയോഗിക്കുന്ന 24 പോലെയുള്ള മാധ്യമങ്ങൾ ജനാധിപത്യ വിരുദ്ധ സംവാദത്തിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എനിക്കെതിരായി സംസാരിച്ച ആളുകൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അത്രയെങ്കിലും ഇതിന് മറുപടി പറയാൻ എനിക്കും അനുവദിക്കണം. കാരണം ഞാൻ മറുപടി പറയേണ്ട കാര്യങ്ങളാണല്ലോ ഈ 3 പേരും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്നുള്ളത്
ഇപ്പോൾ കാരശ്ശേരി മാഷൊന്നും അത് പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാർക്സിസ്റ്റ് വിരോധം എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുന്ന ചിന്തകനാണല്ലോ. ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താ? രാജ്യത്ത് നടക്കുന്നത് ആരാധനാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതവിദ്വേഷം, വെറുപ്പുണ്ടാക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളെ എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പരീക്ഷണശാലയല്ലേ ഇന്ന് ഇന്ത്യ രാജ്യം. RSSന്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ പള്ളികളെല്ലാം പിടിച്ചെടുക്കണം, ഇതല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചൊന്നും പറയാതെ ഇവിടെ ഈ പറയുന്ന അയ്യപ്പനെ അതിൻ്റെ മഹത്വം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞെന്താ? മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മതനിരപേക്ഷ ആശയത്തെ അദ്ദേഹം വാവരെ ചൂണ്ടിക്കാണിച്ചു, അതുപോലെ പള്ളിയെ ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം വെച്ചുകൊണ്ട് മതനിരപേക്ഷ ആശയത്തെ നല്ലതുപോലെ കാണിക്കുന്ന അപൂർവമായ ഒരു നിലയമാണ് അയ്യപ്പ ക്ഷേത്രം. അതിൻ്റെ ഒരു പ്രശസ്തി ലോകത്താകെ എത്തിക്കുക പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ലെനിനും അതുപോലെ റോസ ലുക്സംബർഗും തമ്മിൽ നടന്നിരിക്കുന്നു. അതിൽ രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റോസ ലെനിനോട് ചോദിച്ചു, ഒരു മാർക്സിസ്റ്റ് പണ്ഡിതൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു സാധാരണ വിശ്വാസിയായിട്ടുള്ള ഒരു സാധാരണ കൃഷിക്കാരൻ, ഇവരിൽ ആരെയാണ് എന്നുള്ള ചോദ്യത്തിന് നിമിഷം പോലും ആലോചിക്കാതെ ലെനിൻ പറഞ്ഞ മറുപടി, ഞാൻ ഇപ്പോൾ അത് രണ്ടാമത്തെ ആളെ സ്വീകരിക്കുന്നതാണ്. കാരണം മാർക്സിസ്റ്റുകാരുടെ ദർശനം അതാണ്. ഇനി മതം മനുഷ്യനെ വയ്ക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞല്ലോ കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കട്ടെ, അതിന് തൊട്ട് മേലത്തെ 2 വാചകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൽ ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതം, അതുപോലെ അശരണരുടെ അത്താണിയാണ് മതം. അതിന് 3ാമത്തെ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട 2 വാചകം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വിശ്വാസികളുടെ സമൂഹത്തിലാണ്. വിശ്വാസികളുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ പക്ഷം ആരോപിക്കുന്നു മുസ്ലിം പ്രീണനമാണ്, മറുപക്ഷം പറയുന്നു ഹൈന്ദവ പ്രീണനമാണ്. ഞങ്ങളുടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഹൈന്ദവ വർഗീയവാദികൾ ഞങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നു, ഇസ്ലാമോ വർഗീയവാദികൾ അവർ പറയുന്നു ഹിന്ദു പ്രീണനം. ഞങ്ങൾക്കറിയാം ഞങ്ങൾ സ്വീകരിക്കുന്ന ശരിയായ നിലപാടിന് മേലെയാണ്. ഇവിടെ കൃത്യമായ നിലക്ക് ഇപ്പോൾ ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പൗരത്വ ബില്ല് വന്നപ്പോൾ, പൗരത്വ രജിസ്റ്റർ വന്നപ്പോൾ, തലാഖ് നിരോധന നിയമം വന്നപ്പോൾ, UAP അറസ്റ്റ് വന്നപ്പോൾ, ബുൾഡോസർ രാജ് വന്നപ്പോൾ, വർഗീയ കലാപം വന്നപ്പോൾ ആരാ ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ടേക്ക് വന്നത്? കോൺഗ്രസ് ആണോ? ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങളാണ്. ഞങ്ങൾക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ ഡൽഹിയിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനയെ തകർത്തപ്പോൾ അവർ കുർബാന ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി ഓഫീസ് വിട്ടുകൊടുത്ത ചരിത്രമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അവിടെ വിശ്വാസികളെ എങ്ങനെയാണ് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഞാൻ ഡയറക്ടർ ചോദിച്ചോട്ടെ, SNDP NSS പിന്തുണ വോട്ടായി മാറുമെന്ന് കരുതുന്നുണ്ടോ മാഷേ? വർഗീയ വർഗരാണ് പ്രകാശ് മാഷേ. ഞാൻ പറയാം നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നുള്ളത്, 24 ആവശ്യം എന്താണെന്നുള്ളത് എനിക്കും അറിയാം. നിങ്ങൾ ചർച്ച കേൾക്കുമ്പോൾ 3 ഞങ്ങൾക്കെതിരായി പറയേണ്ട ആളുകളെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിന് ഉത്തരം അവസാനത്തേക്ക് വെച്ചത്. ഇവിടെ BJPക്കാർ ഇത്തരം ചർച്ചയിൽ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർ വർഗീയവാദികളാണ്. അവർ ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ആരാധനാ കേന്ദ്രങ്ങളെ അവരുടെ ജനങ്ങളെ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചല്ലോ മാഷെ. അവർ പറയുന്ന കാര്യം യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചല്ലോ. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാണ്. യോഗി ആദിത്യ ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം RSS ആണ്. അതുകൊണ്ട് അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ലാതാവോ? അദ്ദേഹം ഇന്ത്യ കേരളത്തിൽ വന്നാൽ നിങ്ങൾ നിങ്ങളെ വിളിക്കില്ല. പക്ഷേ അല്ല പ്രകാശ് മാഷ്, ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടി പറയട്ടെ മാഷ്. അല്ല പ്രകാശ് മാഷ്, ഞാൻ ഒരു കാര്യം കൂടി പറയാം. അങ്ങ് പ്രകോപിതനാകേണ്ട കാര്യമില്ല. കാരണം അങ്ങ് 24നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. വളരെ ഏറ്റവും ജനാധിപത്യപരമായിട്ടല്ലേ പ്രകാശ് മാഷ് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്? താങ്കൾ നോക്കൂ, ഈ ഭരണപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ, പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ, ഈ കാരശ്ശേരി മാഷെ പോലെ സമൂഹം അറിയുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കാൻ ഈ ചർച്ചയുടെ ഭാഗമായിരിക്കും. ഇതിലും കൂടുതൽ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് പ്രകാശ് മാഷ് ഒരു ചർച്ച സംഘടിപ്പിക്കുക? എന്നിട്ട് താങ്കൾ പറയുന്നത് 24ന്റെ താല്പര്യമാണെന്ന്. ഇതിൽ എന്ത് 24ന്റെ താല്പര്യമാണ്? വളരെ ബോധമുള്ള പ്രേക്ഷകരല്ലേ മാഷ് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിൽ എന്ത് താല്പര്യമാണ് മാഷിന് പറയാൻ പറ്റുക? ഇതിലും കൂടുതലായി ജനാധിപത്യപരമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് എങ്ങനെ ഒരു പാനലിനെ തിരഞ്ഞെടുക്കാൻ പറ്റുക? മാഷ് പറഞ്ഞു തരൂ, ആര് വേണമായിരുന്നു പിന്നെ ഈ ചർച്ചയിൽ പാനലിൽ? ഇല്ല, മാഷ് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് മാഷിന് വിട്ടു തന്നിരിക്കുന്നു. മാഷ് പറയൂ, ആര് വേണം മാഷെ ഈ പാനലിൽ? മാഷ് വിഭാവനം ചെയ്യുന്ന ഒരു ഐഡിയൽ പാനൽ മാഷ് പറയൂ. എന്റെ അഭിപ്രായം ഞാൻ പറയാന്ന്. ആഗോള അയ്യപ്പ സംഘവുമാണല്ലോ ചർച്ചാ വിഷയം. അതിനെ അനുകൂലിക്കുന്ന ഗവൺമെന്റ് വക്താവും
അത് എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും ആരായിക്കോട്ടെ. പക്ഷേ അങ്ങനെയല്ലേ തെറ്റിപ്പോയി. ചർച്ച? നിങ്ങൾ ആഗോള അയ്യപ്പ ദേശീയ സംഗമം ചർച്ച അല്ല നമ്മുടെ ചെയ്തിട്ടുണ്ടോ? ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പിന്നെന്താ സമുദായ ചർച്ച? സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വായിക്കണം എന്നതല്ലേ മാഷെ നമ്മുടെ ചർച്ചാ വിഷയം. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണോ എന്ന കാര്യത്തിൽ ഇടതുപക്ഷക്കാർ പറയും. വി എൻ വാസവൻ പറഞ്ഞല്ലോ, വി എൻ വാസവൻ പറഞ്ഞല്ലോ മാഷെ. മാഷിന് കേൾക്കണോ വി എൻ വാസവൻ പറഞ്ഞത്? BJP അത് ഞാൻ പറയുന്നത് BJPയും കോൺഗ്രസും കാരശ്ശേരി മാഷും ഇതിനെതിരെ കളയത്തല്ല 24-ന്. അവർക്കൊരു നിലപാടുണ്ടായി പോയതും അത് എതിരായി പോയതും 24-ന്റെ കുറ്റമാണോ മാഷെ? കോൺഗ്രസിനോട് പറയാൻ പറ്റുമോ നിങ്ങൾ CPM എടുക്കുന്ന നിലപാട് തന്നെ ഈ ചർച്ചയിൽ എടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ മാഷെ? ഞാൻ അതാ പ്രകാശ് മാസ്റ്ററോട് ചോദിക്കുന്നത്. പ്രകാശ് മാസ്റ്റർ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, മാഷിനോടുള്ള എല്ലാ ബഹുമാനം വെച്ച് ഞാൻ ചോദിക്കുന്നത്, മാഷ് പറയൂ ഇതിലും മനോഹരമായ ഒരു പാനൽ എങ്ങനെ വേണമായിരുന്നു? മാഷ് പറയൂ, അറ്റ്ലീസ്റ്റ് സോ ദാറ്റ് ഐ കുഡ് ഗെറ്റ് ആൻ ഐഡിയ. എനിക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. മാഷ് പറയൂ. രണ്ടേ രണ്ട് പേരെ ചർച്ചക്ക് വേണ്ടു. ചർച്ചക്ക് വേണ്ടു. ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്ന ഒരാളും അതിന് എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും. നിങ്ങൾ ലോകത്തെവിടെയും നടക്കുന്ന ചർച്ച എങ്ങനെയാണ്? ദേശീയ മാധ്യമങ്ങൾ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടുപേരെ ഉണ്ടാവാറുള്ളൂ. അല്ല മാഷെ, ദേശീയ മാധ്യമങ്ങൾ മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് മാഷിന് അഭിപ്രായമുണ്ട്. അതുകൂടി അറിഞ്ഞാൽ എനിക്ക് അതുകൂടി അറിയാൻ താല്പര്യമുണ്ട് മാഷെ. ദേശീയ മാധ്യമങ്ങളുടെ പ്രവർത്തന ശൈലി കേരളത്തിലെ മാധ്യമങ്ങൾ മാതൃകയാക്കേണ്ടതെന്ന അഭിപ്രായം കൂടി പ്രകാശ മാസ്റ്റർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി കേൾക്കാൻ തയ്യാറാണ് മാഷെ. അതാണ് നിങ്ങൾ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുക. ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് BJPക്ക് അനുകൂലമായിട്ട് മാത്രം സംസാരിക്കുന്ന മാധ്യമങ്ങളാണ്. ബാക്കിയെല്ലാം കൂട്ടിച്ചല്ലോ. നിങ്ങൾക്കൊന്നും ശബ്ദമില്ലെങ്കിലും അവയെല്ലാം കൂട്ടിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഒരു വാദത്തിന്റെ മേലെയാണല്ലോ. ഒരു വാദത്തിന് ഇപ്പോ പിന്നെ NDTV BJPക്കാർ വാങ്ങിച്ചില്ലേ അദാനി ഉപയോഗിച്ചുകൊണ്ട്? അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ പിന്നെ ന്യൂസ് ക്ലിക്ക് അത് കൂട്ടിച്ചു കളഞ്ഞല്ലോ. നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നതിനോട് നിങ്ങൾ നിൽക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാതുള്ളത് കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ മാധ്യമങ്ങളിലെ നരേന്ദ്രമോദിയെ BJP വിമർശിക്കുന്ന ഒരു മാധ്യമവും നിൽക്കാൻ അനുവദിക്കില്ല. അവരുടെ സ്ഥാനം ജയിലിലാണ്. അതെല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ചർച്ച ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് അതാണ് പറഞ്ഞേ, ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ അനുകൂലവും പ്രതികൂലമായിട്ട് ഓരോ ആളും മതി. അല്ലാതെ പാർട്ടികളിപ്പോ CPI വിളിക്കാമല്ലോ. നിങ്ങൾക്ക് ഇടതുപക്ഷ അനുകൂലം വിളിക്കുന്നില്ല. കോൺഗ്രസിനെയും BJPനെയും കാരശ്ശേരി മാഷി വിളിക്കുന്നുണ്ടല്ലോ. CPI വിളിക്കാലോ. മാഷെ, ഇടതു മുന്നണിയുടെ നയവും സർക്കാരിന്റെ നിലപാടുകളും വിശദീകരിക്കാൻ മാഷ് ഒരാൾ പോരെ? ഇനി ഇടതു CPIയെ പിന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ വിളിക്കണോ നമ്മൾ? വലതുപക്ഷത്തിന്റെ പറയാനും ഒരാൾ പോരെ? കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി, BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി, കാരശ്ശേരി മാഷ് സമൂഹം അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വം. What's wrong in this panel? അയ്യപ്പ കോപമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചർച്ച പോകണം. അയ്യപ്പ കോപമാണ്. കാരശ്ശേരി മാഷൊന്നും പ്രേക്ഷക സമൂഹത്തിന് അറിയാത്തതല്ല. കാരശ്ശേരി മാഷൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞൊരു 5 കൊല്ലക്കാലം ഒരു വാക്ക് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. മറ്റുള്ളവർ കൂടി പോകാം. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് പറയുന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാന്യതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് വിരോധിയാണെന്നുള്ളത് മറ്റൊരു ഗുണകൊണ്ടല്ല. അല്ല മാഷ്, ഇത് വോട്ടായി മാറുമെന്ന് കരുതുന്നുണ്ടോ ഇടതുമുന്നണി എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് രാജ്യത്താകെ വർഗീയത മുടിയഴിച്ചിട്ടാടുമ്പോ ഇവിടെ മതനിരപേക്ഷതയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിക്കുന്ന ഒരു ആരാധനാലയത്തെ ലോകത്തിന് ഭാഗമായി ഞങ്ങൾ കൈകാര്യം ചെയ്തതാണ് ആഗോള അയ്യപ്പ സംഗമം. അതിനെ എങ്ങനെയൊക്കെ വിമർശിച്ച് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് BJP, കോൺഗ്രസ്, അതുപോലെ കാരശ്ശേരി മാഷ പോലുള്ള ആളുകളെല്ലാം ശ്രമിച്ചത്. പക്ഷേ കേരളത്തിലെ ഭക്തർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിന് ലക്ഷണമാണ് NSSഉം SNDP സമീപനം. ഞങ്ങൾ എല്ലാ സമുദായ സംഘടനകളും ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീ ഗോപീഷൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഒന്ന് ഗോപീഷൻ, ബഹുമാനായ ശ്രീ പ്രകാശൻ ഇടയ്ക്കിടയ്ക്ക് ലെനിൻ്റെയും മാർക്സിൻ്റെയൊക്കെ പേര് പറയുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ തങ്ങൾ മാർക്സിസ്റ്റ് ആണെന്നുള്ളത് ഒരു സംഘടനാ രീതിയിലെങ്കിലും തങ്ങൾ മാർക്സിസ്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ലെനിനിസവും മാർക്സിസവും ഒന്നും അല്ല ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള പകൽ പോലെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം മുടിയടിച്ചിടുന്ന വർഗീയതയും ആടുന്ന വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയെക്കുറിച്ചെല്ലാം പറഞ്ഞു. ആ ന്യൂനപക്ഷ വിരുദ്ധത, മുടിയടിച്ചാടുന്ന വർഗീയത, സാധാരണ മനുഷ്യനെ ഒരു നിയമത്തിൻ്റെ വിചാരണയ്ക്ക് പോലും കൊടുക്കാതെ
വീട് ഇടിച്ചു കളയുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ വക്താവിന് കേരളത്തിൽ ദേവസ്വം ബോർഡിൻ്റെ വേദിയിൽ ലെജിറ്റിമസി കൊടുത്തവരാണിവർ. വർഗീയതയുടെ ഏറ്റവും ഭീകരമായ മുഖമുള്ള യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ സർക്കാർ വേദിയിൽ ലെജിറ്റിമസി കൊടുത്തു. അതാണ് ഇവർ ചെയ്ത ഈ കേരളത്തോട് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പാപം. നിങ്ങളും BJP യും തമ്മിൽ എന്ത് വ്യത്യാസം ഒന്ന് പറ. പേരിലുള്ള വ്യത്യാസമാണോ? ആ പേരിലുള്ള വ്യത്യാസത്തിനപ്പുറം എന്ത് വ്യത്യാസം? നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ ചേർത്തിരുത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കേരളത്തിലെ ഒരു സർക്കാർ സെമി സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് വ്യത്യാസം പ്രകാശൻ? നിങ്ങൾ ഏത് ലെനിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഏത് മാർക്സിസത്തെ കുറിച്ചാണ് പറയുന്നത്? എന്നിട്ടാണോ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്, ഈ തോന്നിയാസം കാണിക്കുന്നത്? ഞാനെന്താ പറഞ്ഞത്? അയ്യപ്പ സംഗമത്തിന്റെ ബദൽ സംഗമം നടന്നെടുത്ത് ഈ സംസ്ഥാനത്തിന്റെ ശബരിമല ഉൾപ്പെടെയുള്ള മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് അവിടെ പ്രസംഗം ഉണ്ടായപ്പോൾ ആ മതേതരത്വത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ അതിന് മുന്നിൽ ചൂണ്ടുപിടിച്ചു കൊടുക്കുന്നത് ഇന്നലത്തെ ചർച്ചയിലും രാജുവോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ രാജു ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ നിങ്ങളോട് രാജു പി നായർ I think your time is over. Your time is over. Shri V.V. Rajesh. ഒരു മിനിറ്റ് ശ്രീ വി വി രാജേഷ്. ശ്രീ വി വി രാജേഷ് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു അനാവശ്യമായിട്ട് ശ്രീ വി വി രാജേഷ്. ശ്രീ വി വി രാജേഷ് കേൾക്കുന്നുണ്ടോ? ശ്രീ വി വി രാജേഷ് പറഞ്ഞോളൂ താങ്കൾ. ശ്രീ രാജു പി നായർ ഒരു മിനിറ്റ് ശ്രീ രാജു പി നായർ. അല്ലെങ്കിൽ വി വി രാജേഷ് കൂടി കൊടുക്കാൻ എനിക്ക് സമയമില്ലാതെ പോകും. നമുക്കത് ഇതൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കണമല്ലോ. ശ്രീ വി വി രാജേഷ് പറഞ്ഞോളൂ. ശ്രീ വി വി രാജേഷ് വർഗീയവാദിയായ പിണറായി വിജയന് എന്തായിരുന്നു അല്ല ശ്രീ വി വി രാജേഷ്, അതായത് CPIM പറയുന്നത് ഒരു മതാതീത തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ളായിരുന്നു സംഗമം എന്നതാണ്. എന്തിനായിരുന്നു BJPക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നീട് ഒരു ബദൽ സംഗമം നടത്തിയത്? ആ സംഗമത്തിൽ നടത്തിയ പരാമർശങ്ങൾ വർഗീയ ചുവയുള്ളതാണെന്ന് പറഞ്ഞ് കേസുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം. ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി വിശ്വാസികളൊപ്പം നിർത്തുകയാണ് BJP ലക്ഷ്യമിടുന്നതെങ്കിൽ ആ തീരുമാനത്തിന് അല്ലെങ്കിൽ ആ ശ്രമത്തിനുള്ള അതിനെ ദുർബലപ്പെടുത്തുന്നതല്ലേ CPMന്റെ ഈ അയ്യപ്പ ബദൽ സംഗമം? അതാണ് എൻ്റെ ചോദ്യം. ഗോപികൃഷ്ണൻ, ശബരിമലയോട് CPMന് ഈ പറയുന്ന എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആദ്യം അവർ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തണം. മറ്റൊന്ന്, അയ്യപ്പ ഭക്തരുടെയൊക്കെ തന്നെ പേരിലെടുത്തുള്ള കേസുകൾ പിൻവലിക്കണം. അതിനുശേഷം അവിടെ ദർശനത്തിന് വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം, അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലേക്ക് പോകുന്ന ബസ്സിന് മാത്രം ബസ് ചാർജ് 4 ഇരട്ടിയാണല്ലോ വാങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ 2-3 ഇരട്ടി കൂടുതലാണല്ലോ ബസ് ചാർജ് വാങ്ങുന്നത്. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് എത്ര ഇരട്ടി ചാർജാണ് വാങ്ങുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിൻവലിക്കുക, ദേവസ്വം ബോർഡിൻ്റെ അഴിമതി അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശബരിമലയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ CPM സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ മുദ്രാവാക്യം വിളിച്ച് അയ്യപ്പനെ ശരണം വിളിക്കുകയും ശരണം വിളി അധിക്ഷേപിക്കുന്ന തലത്തിൽ മുഖ്യമന്ത്രി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയൊന്നും അല്ല വേണ്ടത്. CPMന് അങ്ങനെ ഒരു കാലത്തും ശബരിമലയോടോ ഹൈന്ദവ സമൂഹത്തോടോ യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല, ബഹുമാനം ഉണ്ടായിരുന്നില്ല. തകർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്തിനാണ് പന്തളത്ത് സംഗമം നടത്തിയത്? അതിനെന്തിനാണ് നിങ്ങൾ ബദൽ സംഗമം എന്ന് പറയുന്നത്? ഹൈന്ദവ വിശ്വാസികൾ പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട്, പമ്പ കേന്ദ്രീകരിച്ചുകൊണ്ട്, കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസ സംഗമമൊക്കെ തന്നെ ഈ നാടുണ്ടായ കാലം മുതൽ തന്നെ നടത്തുന്നതാണ്. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് ബദൽ സംഗമമായിട്ടോ ഗവൺമെൻറ് ബദലായിട്ടോ നോക്കണ്ട. അത് യഥാർത്ഥ വിശ്വാസ സംഗമമാണ്. മറ്റൊന്ന് താങ്കൾ പറഞ്ഞു ശബരിമല മതാതീത കേന്ദ്രം. അത് CPM പിണറായി വിജയൻ പറഞ്ഞാണ് അറിയേണ്ടത്. CPM പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ ശബരിമലയുടെ പാരമ്പര്യവും ശബരിമല ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രവുമാണെന്ന് പറയേണ്ടത്? അവിടെ വാവരസ്വാമി ഉണ്ട് എന്നുള്ളത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് അറിയേണ്ടത്. നേരത്തെ പ്രകാശ് മാഷ് പറയുന്നത് വാവരെ ചൂണ്ടിക്കാണിച്ചു എന്ന് പിണറായി വിജയൻ. പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ആരാ? അല്ല, പക്ഷേ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദയ്ക്ക് ഇത് അറിയില്ല എന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ദേവസ്വം ബോർഡ് മന്ത്രി സന്നിധാനത്തിൽ ദീപാരാധന നടക്കുമ്പോഴേക്ക് സോപാനത്ത് വന്ന് നിന്നിട്ട് ഒന്ന് കൈയെടുത്ത് തൊഴാതെ
പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ അധിക്ഷേപിച്ച ദേവസ്വം ബോർഡ് മന്ത്രിമാരെ സമ്മാനിച്ച സർക്കാരല്ലേ പിണറായി വിജയൻ്റെ സർക്കാർ? ശാന്തിക്കാരെയൊക്കെ തന്നെ അധിക്ഷേപിച്ച സർക്കാരല്ലേ പിണറായി വിജയൻ്റെ സർക്കാർ? അതിലെ മന്ത്രിമാർ നിങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നത് കാണുമ്പോഴേക്കും എന്താ ശബരിമലയോട് ഇത്ര പ്രേമം? ഈ നിങ്ങളുടെ ഈ കപട നിങ്ങളുടെ നാട്യമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. NSSഉം SNDPയും ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ കേരളത്തിൽ വളരെ വലിയൊരു രാഷ്ട്രീയ മാറ്റം വന്നിരിക്കുമെന്നൊന്നും നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. ആ രണ്ട് സമുദായ സംഘടനകളും ചില നിലപാടുകളുടെ പേരിലാണ് സർക്കാരുമായി യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്നത്. വോട്ട് കൊടുക്കാമെന്നോ വാങ്ങാമെന്നോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാതൊരു ചർച്ചയും അവർ നടത്തുന്നു. ശരി, കാരശ്ശേരി മാഷ്, ഈ 5 വർഷത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയല്ലാതെ മാഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്നൊരു മാഷിന്റെ മറുപടി പറയാമോ? ഇല്ല. അത് കാര്യമില്ല ഗോപി. എന്താന്ന് വിചാരിച്ചാൽ ഞാൻ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയോ അല്ലെങ്കിൽ വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടാൻ വേണ്ടിയോ ഒക്കെ ഗവൺമെൻറ് ഒരുങ്ങിയപ്പോൾ ആ ഗവൺമെൻറ് നല്ലത് പറഞ്ഞ ആളാണ് ഞാൻ. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്നെ പലപ്പോഴും ചർച്ചയ്ക്ക് കൈരളി വിളിച്ചിരുന്നു എന്ന് പ്രകാശ് മാഷക്ക് ഓർമ്മയില്ലെങ്കിൽ അദ്ദേഹം ഓർമ്മിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ ചർച്ചയെപ്പറ്റി എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കാര്യം, നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ മനപ്രയാസത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് ഓടുന്നത്. ആചാര ലംഘനം നമ്മളെ പഠിപ്പിച്ചത് ഒന്ന് ഗാന്ധിയാണ്, വേറൊന്ന് നെഹ്റുവാണ്, വേറൊന്ന് അബുൽ കലാം ആസാദാണ്. കേരളത്തിലാണെങ്കിൽ EMS നമ്പൂതിരിപ്പാടാണ്, AKG ആണ്, P കൃഷ്ണപിള്ളയാണ്, കേളപ്പനാണ്, കേശവമേനാണ്, TK മാധവനാണ്. ഇവിടുന്നൊക്കെ അതൊക്കെ രാജാധിപത്യത്തിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും കാലത്തായിരുന്നു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാലത്ത് നമ്മൾ ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ ഓടുന്നു. അതിലിവിടുത്തെ എല്ലാ പാർട്ടികളും മത്സരിക്കുന്നു എന്നുള്ളത് എന്നെ അങ്ങേയറ്റം നാണം കെടുത്തുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ സംസാരിക്കാൻ തന്നെ ലജ്ജയുണ്ട്. കേരളീയ സമൂഹത്തെ ഈ അളവിൽ ചേരിതിരിവും വർഗീയമായ ധ്രുവീകരണവും സാമുദായികമായ അകലവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ. ഞാൻ ഈ സംസാരിക്കുന്നതടക്കം അത്തരം ഒരു ധ്രുവീകരണത്തിന്, ചേരിതിരിവിന് ഇടയാക്കുമല്ലോ എന്നുള്ള ഖേദം എനിക്ക് വല്ലാതെയുണ്ട് ഗോപി. അല്ല മാഷെ, ഞാൻ ഒരു കാര്യം കൂട്ടി, ഈ സമുദായ സംഘടനകളുടെ നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിർണായകമായിരിക്കും എന്ന അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അതിന് കാരശ്ശേരി മാഷ് ഒരു മറുപടി പറഞ്ഞില്ല. അത് നിർണായകമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇത്തരം ആളുകളുടെ ഉത്തരവുകളെ, അവരുടെ തിട്ടൂരങ്ങളെ അവഗണിച്ച് ഇവിടെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം ഓർമ്മിക്കാൻ സാധിക്കും. ഞാൻ ഈ തരത്തിൽ NSSൻ്റെയോ SNDPയുടെയോ തിട്ടൂരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ 10 ആളുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കാനോ ഭരണം ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഇവരുടെ തിട്ടൂരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. അല്ല കാരശ്ശേരി മാഷ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ സമുദായ സംഘടനകളെ നിലക്കി നിർത്താൻ, വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കാത്തത്? ഇങ്ങനെയൊരു ഇതല്ല നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിൽ, ഇതല്ല നമ്മുടെ യാഥാർത്ഥ്യമെങ്കിൽ? അത് അവർ രാഷ്ട്രീയത്തിന് വേണ്ടത് വിവേകമാണ്, പിന്നെ വേണ്ടത് വിചാരമാണ്. അതിന് പകരം വികാരം, നായരാണ് അല്ലെങ്കിൽ ഈഴവനാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വികാരം, ആ വികാരം ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നിങ്ങൾ നായർക്ക് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ നായർക്ക് വോട്ട് ചെയ്യരുത് അല്ലെങ്കിൽ മുസ്ലിമിന് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യരുത് എന്ന തരത്തിൽ അരാഷ്ട്രീയമായിട്ട് സമുദായവൽക്കരിച്ച് ഇതിനെ വികാരം കൊണ്ട് ചീത്തയാക്കുക, അതിനെ ജീർണിപ്പിക്കുക, ആ പണിയാണ് മത്സരിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഞാൻ കാണുന്നത്. ശരി, ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനുകൂല പ്രതികരണങ്ങൾ അത് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഇടതുപക്ഷത്തിന് ആശ്വാസമായി നിൽക്കുമ്പോഴും ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടായി മാറുമോ, വിജയമുറപ്പിക്കുന്ന നിർണായക ഘടകമായി മാറുമോ എന്ന് ഉറപ്പിക്കാൻ ഒന്നും തന്നെ ആയിട്ടില്ല. അതിനുവേണ്ടി അതേത് തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത്, ഇനി അതേതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നായി പ്രതിപക്ഷ പാർട്ടികൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ചേക്കേറാൻ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ പയറ്റുമോ? ഇതൊക്കെയായിരിക്കും രാഷ്ട്രീയ കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.